ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത് സുഖകരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമ്പത്തിക ഭദ്രത എന്നുള്ളത്. ഉയർന്ന ജോലിയിൽ ഉയർന്ന ശമ്പളത്തോടു കൂടി ജീവിക്കുന്നവരും താഴ്ന്ന ജോലിയിൽ താഴ്ന്ന ശമ്പളത്തിന് ജീവിക്കുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ചെറിയ ജോലി ചെയ്ത് ഉയർന്ന സാലറി എങ്ങനെ ലഭിക്കാം എന്നതിനെക്കുറിച്ചാണ് ഓരോ മനുഷ്യരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഈ നശ്വരമായ, നശിച്ചു പോകുന്ന ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ, ഇനി വരാനിരിക്കുന്ന അനശ്വരമായൊരു ലോകത്ത് അവിടത്തേക്ക് നാം എന്താണ് സമ്പാദിക്കേണ്ടത്? കുറഞ്ഞ കാലയളവിൽ എങ്ങനെ നമുക്ക് കൂടുതൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി അവിടേക്ക് മടങ്ങിപ്പോകാം എന്നതിനെക്കുറിച്ച് ആലോചിക്കൽ കൂടുതൽ നന്നായിരിക്കും. ഇവിടെയാണ് സ്വലാത്തിന്റെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത്. പരലോക വിജയം എങ്ങനെ എളുപ്പമാക്കാം എന്നാരെങ്കിലും ചോദിച്ചാൽ അവരോടുള്ള ഒരു മറുപടി, നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കൂ എന്നുള്ളതാണ്. കാരണം ഒരു സ്വലാത്തിന് പകരം 10 നന്മകൾ ലഭിക്കുകയും 10 തിന്മകൾ മായ്ക്കപ്പെടുകയും 10 പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. സ്വന്തം മാതാപിതാക്കളോ മക്കളോ സമ്പത്തോ ഉപകരിക്കാത്ത നാളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഏറ്റവും ചേർന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവർ തന്നെയാണ്. എന്റെ മുഴുസമയവും അങ്ങയുടെ സ്വലാത്തിലായി ഞാൻ സമയം നീക്കിവെക്കുന്നു എന്ന് പറഞ്ഞ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത്, എന്നാൽ നിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുകയും നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും എന്നാണ്. അള്ളാഹുവിന്റെ തണലല്ലാതെ ഒരു തണലും ലഭിക്കാത്ത പ്രയാസമുള്ള ദിവസം 3 വിഭാഗം ആൾക്കാർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ, ആരാണ് അവരെന്ന് മറുചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, എന്റെ സമുദായത്തിൽപ്പെട്ടവരുടെ വേദനയ്ക്ക് ആശ്വാസം നൽകിയവരാണവർ. രണ്ടാമത്തെ വിഭാഗം എന്റെ ചര്യയെ സജീവമാക്കിയവരാണവർ. മൂന്നാമത്തത് എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാണവർ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ നാം സമയം കാണേണ്ടതുണ്ട്. ഒരവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാം നൽകപ്പെട്ട ഒരു വഹി ഇപ്രകാരമായിരുന്നു: ഓ മൂസ, അന്ത്യനാളിൽ ദാഹം നിനക്ക് പിടിപെടാതിരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ റബ്ബേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി, എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇമാം സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ഫലങ്ങളുണ്ട്. ഹൃദയത്തെ അന്ധകാരത്തിൽ നിന്നത് ശുദ്ധിയാക്കും, മാർഗദർശനം നൽകുന്ന ഒരു ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കും, അള്ളാഹുവിലേക്ക് ചെന്നെത്തുന്നതിന് കാരണമാകും, ജീവിത വിഭവങ്ങൾ അധികരിക്കുന്നതിന് കാരണമാകും തുടങ്ങിയവയെല്ലാം സ്വലാത്തിന്റെ ചില പ്രത്യേകതകളിൽപ്പെട്ടതാണ്. സ്വലാത്ത് അധികമായി ചെല്ലുന്നവരുടെ ശരീരം നരകത്തിന് അള്ളാഹു നിഷിദ്ധമാക്കുമെന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തിന് വേണ്ടി കൃത്യമായി നാം ഒരു സമയം നീക്കിവെച്ച് ആഖിറത്തെ വിജയമാക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. شمس